നമസ്കാരം. ശാന്തിഗിരിയിൽ ആഘോഷങ്ങൾ പുത്തരിയല്ല. ശാന്തിഗിരിയുടെ വളർച്ച ആഘോഷങ്ങളോടൊപ്പം കൂടിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഹാരഥന്മാരായ ആളുകൾ ശാന്തിഗിരിയിലെത്തി ഗുരുവിനെക്കുറിച്ച് വർണ്ണിച്ചപ്പോഴാണ് ലോകം ഗുരുവിനെ അറിഞ്ഞു തുടങ്ങിയത്. ഇവിടുത്തെ ആഘോഷമെന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന ആഘോഷം. ഈ ആഘോഷം പുറമേയല്ല, ഇത് ജനങ്ങളുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് ഓരോ ആഘോഷങ്ങൾക്കും അഭൂതപൂർവമായ ജനപിന്തുണ ഉണ്ടാകുന്നത്. ആയിരക്കണക്കായ നാനാജാതി മതസ്ഥരാണ് ഓരോ ആഘോഷങ്ങളോടനുബന്ധിച്ചും ഈ ശാന്തിഗിരി ലക്ഷ്യമാക്കി വരുന്നത്. വരുംകാല ലോകത്തിന് ആത്മീയതയുടെ അനന്തമാനങ്ങൾ സമ്മാനിച്ച ഒരു മഹാഗുരുവിന്റെ നവതി ആഘോഷം. ഒരു ഗുരു തന്റെ കർമ്മസവര്യ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ ആയിരിക്കുന്നു. ഈ നീണ്ട 90 വർഷത്തെ ജീവിതം കൊണ്ട് ഗുരു ലോകത്തിന് കാട്ടിക്കൊടുത്ത നന്മയാണ് ശാന്തിഗിരി പരമ്പരയും സമൂഹവും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ മുതൽ ദിഷണാശാലികളായ കുതുകികൾ വരെ ഏറ്റെടുത്ത നവീനമായ ഒരാശയം. അതാണ് ഗുരു ലോകത്തിന് സമ്മാനിച്ചത്. എന്താണ് ശാന്തിഗിരി മുന്നോട്ട് വെക്കുന്ന ആശയം? അത് മാനവികമാണ്, മതാതീതമാണ്. സാധാരണ ആത്മീയമായ കണ്ടെത്തലുകൾക്കപ്പുറം ലോകസമാധാനത്തിനു വേണ്ടി, ശാന്തിക്ക് വേണ്ടി ദൈവം തന്നെ കനിഞ്ഞു നൽകിയ ഒരു ആത്മീയതയുടെ വിളഭൂമിയാണ് ശാന്തിഗിരി. ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും അനന്യമായ ഒരു ശാന്തി ഗുരു സാന്നിധ്യം പകർന്നു കൊടുക്കാറുണ്ട്. ആ ശാന്തിയുടെ ശാദ്വല തീരത്തിലേക്കാണ് നമ്മളെല്ലാവരും ഒഴുകി എത്തുന്നത്. ലോകസമാധാനത്തിനു വേണ്ടി, ശാന്തിക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരിടമായ ശാന്തിഗിരിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഈ നവതി ആഘോഷങ്ങളിൽ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.